ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു അല്ലേ. അപ്പോൾ നമുക്കിനി പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു അക്ഷരം പരിചയപ്പെടാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? എയും അതിൻ്റെ ചിഹ്നങ്ങളും. പുതിയ ക്രാഫ്റ്റ് വർക്കിലൂടെ ഒക്കെ അല്ലേ. ഇത് അടുത്ത അക്ഷരം ഈ എയും കഴിഞ്ഞ ഐ എന്ന അക്ഷരമാണ്. അപ്പോൾ നമ്മൾ എയും നമ്മൾ പഠിച്ചല്ലോ. അത് ഗെയിം ഒരു ക്രാഫ്റ്റ് വർക്കിലൂടെയാണ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട അക്ഷരം ആയതുകൊണ്ട് തന്നെ പുതിയ ടീച്ചർ ഗെയിമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് എഴുതാൻ വേണ്ടി അങ്ങ് പഠിക്കാം. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, അപ്പം വളരെ ഈസിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഐ എഴുതുന്നതെന്ന് നോക്കിയോ. അപ്പോൾ ഐ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാ? ഐ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എയുടെ ചിഹ്നം ഇടുക. എയുടെ ചിഹ്നം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? എയുടെ ചിഹ്നം ചുറ്റിക്കെട്ടി വന്ന് ഒരു റ അല്ലേ, അതല്ലേ പഠിച്ചത്. അപ്പോൾ ആദ്യം ഈ ചിഹ്നം എഴുതുക, അത് കഴിഞ്ഞിട്ട് എ എഴുതുക. എങ്ങനെ എഴുതുക? പാ എഴുതുക, ആ വരയിലൂടെ തന്നെ മറ്റൊരു റ എഴുതുക. അപ്പോൾ നമുക്ക് ഏതക്ഷരം കിട്ടും? ഐ കിട്ടും അല്ലേ. ഐ എന്ന അക്ഷരം നമുക്ക് കിട്ടും. ഇതാണ് ഐ. ഐ. അടുത്ത അക്ഷരം ഏതാ? ഐ. വളരെ ഈസി അല്ലേ ഇത് ഞാൻ ഒന്നും കൂടെ എഴുതി കാണിക്കാം. ആദ്യം എന്ത് ചെയ്യണം? ചുറ്റിക്കെട്ടി വന്ന് ഒരു റ എഴുതുക, പിന്നെ എ എഴുതുക. ആദ്യം പാ, പിന്നെ ആ വരയിലൂടെ തന്നെ റ എഴുതുക. കണ്ടോ? അപ്പോൾ ഐ എന്ന അക്ഷരം നമ്മൾ പഠിച്ചു. ഇനി നമുക്കിതിൻ്റെ ചിഹ്നം പഠിക്കാം. ഇതിൻ്റെ ചിഹ്നമാണ് നമ്മൾ ചുറ്റിക്കെട്ടി റായിട്ടില്ലേ, അത് 2 പ്രാവശ്യം എഴുതുക. ഇതാണ് ഇതിൻ്റെ ചിഹ്നം. ഐയുടെ ചിഹ്നം എന്താ? ഇത് മനസ്സിലായോ? നമ്മൾ ഐ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ഈ ചിഹ്നം എഴുതി കാണിച്ചു തരാമേ. ഇതാണല്ലോ ഐ. അതിൻ്റെ ചിഹ്നം ഇതാ ഇവിടെ ഉണ്ട്. ചുറ്റിക്കെട്ടി വന്ന് ഇത് 2 എണ്ണം ഇട്ട് കൊടുക്കുക. ഈ ചുറ്റിക്കെട്ടി വന്ന് റ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പഴയ അക്ഷരങ്ങളിലൊക്കെ എങ്ങനെയാണ് ഐ എന്ന അക്ഷരം വരുമ്പോൾ എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ഏതൊക്കെയാണ്? തായും നായും പായും ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം താ എന്ന അക്ഷരം, താ എന്ന അക്ഷരമാണ് നമ്മളിവിടെ ഇപ്പോൾ എഴുതുന്നത്. താ എന്ന അക്ഷരം എഴുതി. ഈ താ എന്ന അക്ഷരം തൈ എന്ന് നമ്മൾ എങ്ങനെ എഴുതും? തൈ. അപ്പോൾ താ എന്ന അക്ഷരത്തിൽ ഏതക്ഷരമുണ്ട്? ഐ എന്ന അക്ഷരമുണ്ട്. അപ്പോൾ ഐ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഏതാണ്? അതങ്ങ് എഴുതി കൊടുക്കുക. കണ്ടോ? തൈ. ഇങ്ങനെയാണ് തൈ എന്നെഴുതുക. മനസ്സിലായി? ഇനി പാ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പൈ എന്നെഴുതുമ്പോൾ എങ്ങനെയാ? ഇങ്ങനെ ഇരിക്കും. അപ്പം നിങ്ങൾ ഇപ്പോൾ തൈ എന്നൊക്കെ എഴുതുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ അക്ഷരം ഈ ചിഹ്നം ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ എങ്ങനെ എഴുതുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആദ്യ അക്ഷരം എഴുതിയിട്ട് അതിന് ശേഷമാണ് ഞാൻ ഈ ചിഹ്നങ്ങൾ എഴുതിയത്. നമ്മളിപ്പോൾ തൈ നൈ അങ്ങനെയൊക്കെ നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഇത് എഴുതിയിട്ട് വേണം ഈ അക്ഷരം എഴുതാൻ. മനസ്സിലായോ? ആദ്യം നമ്മൾ ഈ ചിഹ്നം ഇട്ട് കൊടുത്തിട്ട് വേണം ഈ അക്ഷരം എഴുതാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ അക്ഷരം പഠിപ്പിച്ചിട്ട് അതിൽ ആ ചിഹ്നം വരുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് ഈ ചിഹ്നം പിന്നെ ഞാൻ ഇട്ടത്. നമ്മൾ ആദ്യം ചിഹ്നം ഇട്ടിട്ട് വേണം അക്ഷരം എഴുതാൻ കേട്ടോ. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നൈ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചിഹ്നം ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ന എഴുതുക. ഏത് അക്ഷരമാണോ ആ അക്ഷരം എഴുതി കൊടുക്കുക. മനസ്സിലായോ? തൈ, നൈ, അങ്ങനെ. ഇപ്പോൾ തൈ എന്ന് നമ്മൾ എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യം ഞാൻ തായ എഴുതി കാണിച്ചത്. അപ്പോൾ നമ്മൾ ഈ ചിഹ്നം ഇട്ട് കൊടുത്തിട്ട് തായ എന്ന അക്ഷരം എഴുതുക. മനസ്സിലായോ? ഇനി പൈ എന്നാണെങ്കിൽ തന്നെ ഈ ചുറ്റിക്കെട്ടി റാ ഇട്ടിട്ട് പാ എന്ന അക്ഷരം എഴുതുക. മനസ്സിലായോ? ഈസി അല്ലേ? ഇതധികം നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പഠിക്കാൻ പറ്റിയതിൻ്റെ കാരണം എന്താ? നമ്മൾ എയും ആദ്യമേ പഠിച്ചു വെച്ചതുകൊണ്ട് ഇതധികം ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായോ? പേരൻസ് കുട്ടികളെ ഈ അക്ഷരം പഠിപ്പിക്കുമ്പോൾ പഴയ ക്ലാസ് മസ്റ്റായിട്ടും കണ്ടിട്ട് അവരെ ഒന്നും കൂടി ആ ക്ലാസ് കാണിച്ചു കൊടുത്തതിന് ശേഷം അതിൽ ഞാൻ ചുറ്റിക്കെട്ടി എഴുതുന്ന ചിഹ്നങ്ങളെക്കുറിച്ചും എഴുതുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കൂടെ തന്നെ ആ ക്ലാസ് കണ്ടാൽ തന്നെ ഈ കുട്ടികൾ ഇത് എഴുതും. അപ്പോൾ അത് രണ്ടും കൂടെ തന്നെ ചേർത്ത് വെച്ചാൽ തന്നെ അവരിത് എഴുതാൻ വേഗം പഠിക്കും. അപ്പോൾ ആ ക്ലാസ് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഈ ക്ലാസ് എഴുതിപ്പിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്ന് ക്ലാസ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, കാരണം ഈസി ആയിട്ടുള്ള ഒരു അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. വളരെ 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 ഈസി ആയിട്ടുള്ള അക്ഷരം. അത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വേഗം മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരണമെങ്കിലും ക്ലാസ്സുകൾ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിലും ഒക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ബൈ.